സാർ വന്നു. ഹായ്, ഹലോ. എല്ലാവർക്കും ആളെ മനസ്സിലായി കാണുമല്ലോ. ഇപ്പോൾ നിലവിൽ അറസ്റ്റിലാണ് ഷാലു കിങ്. യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും എല്ലാം കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ക്രിയേറ്ററാണ്. ഇപ്പോൾ നിലവിൽ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. മംഗലാപുരത്ത് നിന്നാണ് പിടികൂടുന്നത്. മംഗലാപുരം എയർപോർട്ടിൽ നിന്ന്. അതായത് ഒരു 14 വയസ്സുള്ള പെൺകുട്ടിയുമായി ബന്ധപ്പെട്ടൊരു കേസിലാണ് ഇപ്പോൾ ഇയാൾ നിലവിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഗൾഫിൽ നിന്നും മടങ്ങിയെത്തുന്ന വഴിക്കാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ ഒരു സബ്ജക്റ്റ് എടുക്കണോ വേണ്ടിയോ എന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്തായാലും ഒന്ന് എടുത്തേക്കാം എന്ന് കരുതി. അതായത് യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും ഉൾപ്പെടെയുള്ള ഏതൊരു പ്ലാറ്റ്ഫോമിലാണെങ്കിലും ഇന്ന് ധാരാളം കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്. ഇവരെ തട്ടിയും മുട്ടി ഇപ്പോൾ നമുക്ക് ഈ പ്ലാറ്റ്ഫോമിലൊന്നും കയറാൻ പറ്റില്ല. ഈ പറഞ്ഞ ഞാനും കണ്ടന്റ് ക്രിയേറ്റർ തന്നെയാണ്. റിയാക്ഷൻസ് വീഡിയോസ് ആണ് ചെയ്തതെങ്കിൽ പോലും ഒരു കണ്ടന്റ് ക്രിയേറ്റർ എന്ന രീതിയിലാണ് ഞാനും അറിയപ്പെടുന്നത്. 10,000 പേരേ ഉള്ളൂ എനിക്ക് എൻ്റെ ചാനലിനകത്ത് സബ് ആയിട്ടുള്ളത്. അങ്ങനെ ഇപ്പോൾ ഈ ഒരു വിഷയം ഞാൻ എടുക്കാൻ കാരണം, ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരു സെൽഫോൺ ഉണ്ടെങ്കിൽ ആർക്കും, അതായത് ഒരു സ്മാർട്ട് ഫോൺ കയ്യിലുണ്ടെങ്കിൽ ആർക്കും ഒരു ഇൻസ്റ്റാഗ്രാം ചാനലോ ഒരു യൂട്യൂബ് ചാനലോ തുടങ്ങുവാനായിട്ട് വലിയ പ്രയാസമൊന്നുമില്ല. പക്ഷേ അങ്ങനെയൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ഓരോരുത്തരും ഇപ്പോൾ നിരവധി വിവാദങ്ങളിലാണ് ഞാൻ വിടുന്നത്. ഈ അടുത്തിടെ എൻ്റെ ഒരു ഇൻഫ്ലുവൻസർ എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു കണ്ടന്റ് ക്രിയേറ്ററെ ഒരു ആൺകുട്ടിയെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഉപയോഗിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അറസ്റ്റ് ചെയ്തിരുന്നു. അങ്ങനെ നിരവധി വിഷയങ്ങൾ നമ്മുടെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരെ കേന്ദ്രീകരിച്ചുണ്ട്. ഇപ്പോൾ വേറൊരു ക്രിയേറ്റർ എല്ലാ ദിവസവും ഓരോ സൺസ്ക്രീമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അവർക്കെതിരെ വിവാദം വന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്കെതിരെ വീഡിയോ ചെയ്തവരുടെ ചാനൽ വരെ സ്ട്രൈക്ക് കൊടുത്ത് പൂട്ടിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ്. അതാണ് തന്നെ മറ്റൊരു ക്രിയേറ്ററായിട്ടുള്ള ഒരു അവർ നാട്ടുകാരെ മുഴുവൻ കുറ്റം പറയും. ഇപ്പം അവർ നാട്ടുകാരെ മുഴുവൻ കാശ് പറ്റിച്ച് മേടിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയൊക്കെ ഇരിക്കുകയാണ് ഇപ്പോൾ ഈ ന്യൂസും കൂടി വരുന്നത്. അപ്പോൾ ഇതിലേത് ന്യൂസ് ചെയ്യണമെന്ന് വെച്ചപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല. അതുകൊണ്ട് മൊത്തത്തിലുള്ള ഒരു ഇത് പറയാം. ഈ വ്യക്തി തൻ്റെ മകളുടെ പ്രായം ഉള്ള ഒരു കുട്ടിയെ, 15 വയസ്സുള്ള ആ പെൺകുട്ടി വിദേശത്താണ് ആ കുട്ടി പഠിക്കുന്നതൊക്കെ, അതിനെയാണ് ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്തിരിക്കുന്നത്. ഇയാൾക്ക് 35 വയസ്സ് പ്രായമുണ്ട്. ഈ ഫ്രീക്കും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് കാര്യമില്ല. 35 വയസ്സുള്ള ഒരാളാണ്. 3 കുട്ടികളുടെ പിതാവാണ്. ഭാര്യയും കുട്ടികളും ഉള്ള ഒരു വ്യക്തി തന്നെയാണ്. അങ്ങനെയുള്ള ഒരാളാണ് 15 വയസ്സുള്ള ഒരു കൊച്ചിനോട് ഇമാതിരി കണ്ണന്തിരിവ് കാണിച്ചത് എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ നാണക്കേട് എന്ന് വേണേൽ പറയാം. എന്തായാലും ഈ കഴിഞ്ഞിടയ്ക്ക് നമ്മുടെ കുറേ അധികം യൂട്യൂബർമാരൊക്കെ ഇതേ പെട്ടിട്ടുണ്ടായിരുന്നു പല കേസുകളിലായിട്ട്. അങ്ങനെ പിടിക്കപ്പെടുന്നവരോടൊക്കെ എനിക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങൾ കണ്ടന്റ് ക്രിയേറ്റർ മാത്രമല്ല, ഒരു ഇൻഫ്ലുവൻസറും കൂടിയുണ്ട്. അതായത് നമ്മളെപ്പോലെ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരെ ഫോളോ ചെയ്യുന്ന ഒത്തിരി കുട്ടികളുണ്ട്. അവരിൽ പലർക്കും നമ്മളോടൊക്കെ ആരാധന തോന്നാറുണ്ട്. അങ്ങനെ ആരാധന തോന്നുന്നതിൽ ആൺകുട്ടികളും കാണും, പെൺകുട്ടികളും കാണും. അവരെല്ലാം ഇത്തരത്തിൽ മിസ്യൂസ് ചെയ്യാനുള്ള ഒരു ഉപകരണങ്ങളല്ല അവരൊന്നും. അത് ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കുക. എന്തായാലും ഈ ഇക്കായ്ക്ക് ബുദ്ധിയോ ബോധമോ ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിന് ഞാൻ വിശ്വസിക്കാനുള്ള കാരണമുണ്ട്. അത് ഞാൻ ഒരു വീഡിയോ കൂടി നിങ്ങളെ കാണിച്ചു തരാം. ടീമിന്റെ പുതിയ പാട്ട് ഇറങ്ങിയ ഏതോ അലവലാത്തി എന്തെങ്കിലും ചെറ്റത്തര കാണിച്ചു നടത്തിട്ട് മൊത്തം മൊയിലാമാരെ കളിയാക്കല്ല വേണ്ടത്. നീ കഞ്ചാവ് വലിക്കുന്നുണ്ടാ? ഇല്ല. നീ കള്ളു കുടിക്കുന്നുണ്ടാ? ഇല്ല. നിങ്ങളെ ടീമിൽ ആരെങ്കിലും ഒരാൾ ഇത് രണ്ടും ചെയ്തിട്ട് നിങ്ങൾ മൊത്തത്തിൽ പറഞ്ഞ നിങ്ങൾക്ക് അവരുടെ പ്രശ്നം. നിങ്ങളെ പോലത്തെ ചെറുപ്പക്കാർ സോഷ്യൽ മീഡിയ യൂസ് ആക്കാണ്ടെന്നൊന്നും പറയുന്നില്ല. യൂസ് ആക്കണം. അതിൽ നല്ലതും ചീത്തം തിരിച്ചറിയണം. ഒരു സമൂഹത്തിന് ചവിട്ടിത്താത്തം അതിന്റെ കൂടെ ഒന്ന് തുള്ളണ്ടല്ല വേണ്ടത്. അത് മുസ്ലിം ആയിക്കോട്ടെ, ഹിന്ദു ആയിക്കോട്ടെ, ക്രിസ്ത്യൻ ആയിക്കോട്ടെ, ഏത് വിഭാഗക്കാരായാലും നമ്മളെ നാട്ടുകാരാണെന്ന് അറിയുന്ന ഒരു ബോധം ഉണ്ടാകുന്നത് നല്ലതാ. പിന്നെ മൊയിലാമാരെല്ലാരും നല്ലതെന്ന് ഞാൻ പറയല. അതിലുള്ള ചില വൃത്തിയാട്ടവന്മാരാണ് ഇങ്ങനത്തെ ഓരോന്ന് ഒപ്പിച്ചിട്ട് വെക്കുന്നത്. എന്നുവെച്ചിട്ട് മൊത്തം മൊയിലാമാരെ കുറ്റം പറയേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നിങ്ങൾ ഇത്ര ദിവസം തുള്ളില്ല റുസ്റ്റാമോളെന്ന് പറഞ്ഞിട്ട്, അതൊരു പാവം പിടിച്ചൊരു പെണ്ണിന്റെ ലൈഫ് വെച്ചിട്ട് കളിക്കുന്ന ഒരു ബോധം ഉണ്ടായിക്കോട്ടെ.
അത് നാളെ നമ്മളെ കുടുംബത്തിൽ നമ്മളെ പെങ്ങൊക്കെ ഉമ്മൊക്കെ വരുമ്പോഴാണ് അതിന്റെ സിറ്റുവേഷനും അതിന്റെ വിഷമം ഒക്കെ മനസ്സിലാവത്ര. അത് മനസ്സിലാക്കിയാലും നന്ന്. കണ്ടു കാണുമല്ലോ, ഈ ആൾക്ക് എല്ലാ കാര്യത്തിനെ കുറിച്ചും നല്ല ബോധമുണ്ട്. അയാളുടെ ആ വീഡിയോയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. അയാൾ A to Z ആ വിഷയത്തിൽ അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് സമൂഹത്തിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിവുള്ള ഒരാളാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് ഒരു 15 വയസ്സുകാരിക്ക് തന്നോട് തോന്നിയ ഒരു ചാബല്യത്തെ അതിനെ പറഞ്ഞ് നിയന്ത്രിച്ച് നിർത്തുവാൻ സാധിച്ചില്ല എന്ന് പറയുന്നത് തീർത്തും ഒരു വിശ്വാസയോഗ്യമായിട്ടുള്ള കാര്യമല്ല. അങ്ങനെയുള്ളപ്പോൾ തൻ്റെ പ്രായം പോലും മറച്ചു വെച്ചുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇയാൾ അങ്ങനെ ഒരു ദുസ്സാഹസത്തിന് പുറപ്പെട്ടത്. എന്തായാലും ഇനി കുഴപ്പമില്ല, കുറച്ച് നാൾ അകത്ത് പോയി കിടക്കുമ്പോഴത്തേക്ക് ഈ ഇൻഫ്ലുവൻസിൻ്റെ ഒക്കെ കാര്യങ്ങളൊക്കെ തീരും. അവിടെ അകത്ത് ചെല്ലുമ്പോൾ നല്ല ഇടിയും കിട്ടും. അന്നേരത്തേക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ തീരുമാനമാവും. എന്തായാലും എനിക്ക് അദ്ദേഹത്തിനോട് ചോദിക്കാനുള്ളത്, ഇനിയിപ്പോൾ താങ്കളുടെ കുടുംബം എങ്ങനെ നാട്ടിൽ തലയുയർന്ന് കിടക്കും? അത് കണക്ക് തന്നെ താങ്കളുടെ മകളുടെയൊക്കെ പ്രായം കാണത്തുള്ളായിരിക്കും ഈ കുട്ടിക്കെന്ന് എനിക്ക് തോന്നുന്നു. ഇനിയിപ്പോൾ ഇതിലും താഴെയാണ് താങ്കളുടെ മകളുടെ പ്രായമെങ്കിൽ പോലും തൻ്റെ മകളുടെയോ അനിയത്തിയുടെയൊക്കെ പ്രായം വരുന്ന ഒരു കുട്ടിയാണത്. അതിനെയാണ് ഇത്തരത്തിൽ ചെയ്തതെന്ന് ഓർക്കുന്നത് നല്ലതായിരിക്കും. എന്തായാലും ഈ ആൾക്ക് അറിവോ ബോധമോ വിവരക്കുറവോ ഒന്നുമില്ല എന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിൽ നിന്ന് മനസ്സിലായി. അയാൾ കൃത്യമായിട്ട് ആ കണ്ടന്റ് പ്രകാരം പറഞ്ഞു വെച്ചിട്ടുണ്ട്. എല്ലാ കാര്യത്തിലും ഈ ഒരു കാര്യത്തിൻ്റെ നെഗറ്റീവ് മാത്രമല്ല പോസിറ്റീവ് സൈഡും എല്ലാ സത്യാവസ്ഥ എല്ലാം നമ്മൾ തിരിച്ചറിയാൻ പഠിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഈ വീഡിയോയിൽ തന്നെ എല്ലാം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരാളിൽ നിന്നാണ് ഇത്തരത്തിലൊരു സമീപനം ഉണ്ടായത്. എന്തായാലും ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആൾ, അല്ലെങ്കിൽ യൂട്യൂബിലെ കണ്ടന്റ് ക്രിയേറ്റർ, ഇൻസ്റ്റാഗ്രാമിലെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ട് നടക്കുന്നവർ ഒരു കാര്യം മനസ്സിലാക്കുക. നമ്മളെ ഫോളോ ചെയ്യുന്ന സബ്സ്ക്രൈബേഴ്സിനെ നമുക്ക് ആവശ്യത്തിന് കളിപ്പാട്ടം പോലെ തട്ടാനുള്ള ഉപകരണങ്ങളല്ല അവർ. കാരണം അവരുടെ സപ്പോർട്ട് ഉണ്ടായാലും നമ്മുടെ ചാനലിലൊക്കെ റീച്ചും മറ്റു കാര്യങ്ങളൊക്കെ വരത്തുള്ളൂ. അതൊന്നും മനസ്സിലാക്കാതെ ഇത്തരത്തിലൊക്കെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു കണ്ടന്റ് ക്രിയേഷൻ മേഖലയിൽ വരുന്ന എല്ലാവരും ഇത്തരക്കാരാണെന്ന് നാട്ടുകാർ ആലോചിച്ച് തുടങ്ങിക്കഴിഞ്ഞാലുണ്ടോ ഇവിടെ ഈ ഒരു പ്ലാറ്റ്ഫോമിലോട്ട് ആരും വരാതെയാവും. അപ്പോൾ നിലവിലുള്ളവർക്ക് തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥയും വരും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ മാറി നടക്കുക. പിന്നെ എനിക്ക് ഈ കാലത്തിലെ പെൺകുട്ടികളോട് പറയാനുള്ളത്, പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും, നിങ്ങൾ ഈ കാണുന്ന ക്യാമറയും മറ്റു കാര്യങ്ങളും മാത്രമല്ല, അതിന് പിന്നിലും ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് എന്ന് പറയുന്ന ആളുകൾക്ക് ജീവിതമുണ്ട്. അത് നിങ്ങൾ ഒരിക്കലും ക്യാമറയിൽ കാണുന്നതായിരിക്കില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലിൽ എത്തുന്ന റീലുകളിൽ നിങ്ങൾ കാണുന്നതായിരിക്കില്ല അവരുടെ യഥാർത്ഥ ജീവിതം. അത് നിങ്ങൾ തിരിച്ചറിയുക. കാരണം റീലല്ല റിയൽ.